ഹലോ ഗൈസ്, ഈ അടയ്ക്ക മോട്ടിച്ചതിന് നാട്ടുകാരെ പിടിച്ചിട്ട് ജംഗ്ഷനിൽ ആൽമരത്തിൽ കൂട്ടിയിട്ട് പട്ടിയെ തല്ലണമായിട്ട് തല്ലിയിട്ട് നാണക്കേട് കൊണ്ട് മോമ്പൊത്തി പോണതല്ല ഇത്. യൂസുഫ് അലി ലുലുമാളി പോയാണെങ്കിൽ കൈയും വീശി ചെന്ന് കയറി കൊടുത്തപ്പോഴത്തേക്കും മഴ. ദൈവത്തിന്റെ ഇരിക്കണം മഴ പെയ്യിക്കണ മിഷൻ ഇപ്പൊ കംപ്ലൈന്റ് ആണ്. എപ്പോ പെയ്യൂലെന്ന് ദൈവത്തിന് തന്നെ അറിഞ്ഞു. ഒരു 12 സെക്കൻഡ് മുമ്പ് മഴയായിരുന്നു. ഞാനാണെങ്കിൽ മഴയൊക്കെ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഈ വയലിൽ കൊക്ക് മീൻ പിടിക്കാതിരിക്കണമെങ്കിൽ ഈ കഴക്കൂട്ടത്തൊന്നും ഇരിക്കും. ഇവിടെ വന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, കഴക്കൂട്ടത്ത് നമ്മുടെ കാസിം ക സർബത്ത് പുതിയ ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ മാക്കരത്തല്ലേ വേട്ടവളി തന്നെയാണ് നമുക്കിത് റെക്കമെൻഡ്. ഈ ഫോട്ടോയിൽ കാണുന്ന പുള്ളിയാണ് കാസിം ഭായ്. ഇതിൽ പുള്ളി ഒരു സീക്രട്ട് അടിച്ച് തരും. അരേ വാ. വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൊണാലിസ പടം വരയ്ക്കണ മാതിരി കപ്പിമ്മ സെറ്റപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ഇങ്ങ് തന്നു. കുടിച്ചിട്ട് സാധനം എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അത് കിട്ടിയ പാടെ മരയോന്തൊക്കെ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണ മാതിരി ചൊറൻ ഒരു കൂടി. ഈ പുള്ളിയുടെ കാര്യം വലിയ വിഷമത്തിലാണ്. ബീഹാറിൽ നിന്ന് കുഴൽക്കിണറിന്റെ പണിക്ക് വന്നിട്ട് കൂടുള്ളവരൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പൊ സ്ഥലമൊന്നും അറിയാതെ ഇവിടെ നിൽക്കുകയാണ്. അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. ഇവനാണെങ്കിൽ ലോഹറിന്റെ സമയത്ത് ഒരു സർബത്ത് പറഞ്ഞതാണ്. ഏതാ കൂട്ടാറൻ ബൈക്കും കൊണ്ട് ഫ്രണ്ടി വന്നപ്പോഴത്തേക്കും കയറിപ്പോയിട്ട് ഇപ്പൊ തൗജീദിന്റെ സമയത്താണ് തിരിച്ചു സർബത്ത് പോയി. ഇന്നാവ എവിടെ കൊണ്ടുപോയടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നും പറയണ്ട, സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഏതോ ഒരു സമരത്തെ കൊണ്ടിരുത്തിയിരുന്നു. സമരം രൂക്ഷമായപ്പോഴത്തേക്കും പോലീസുകാർ ലാത്തിക്ക് തടവാൻ വന്നപ്പോഴത്തേക്ക് വികിലങ്ങനെ കണക്ക് അഭിനയിച്ചിട്ട് അവസാനം യാതൊരു മാമന്റെ ലിഫ്റ്റ് അടിച്ചിട്ടാണ് അവൻ ഇവിടെ എത്തി. വന്നതിന്റെ വെപ്രാളം മാറാൻ ഒരു സർബത്ത് വാങ്ങിച്ചു കുടിച്ച് അവൻ സ്ഥലം കാലിയാക്കി.